നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മെസ്സി വിവാദത്തിൽ അന്വേഷണം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മുഖ്യമന്ത്രി. കായിക വകുപ്പിന്റെ റിപ്പോർട്ടിൽ ഗുരുതര കണ്ടെത്തലുകൾ. മുൻ സർക്കാരിന് ഒഴിഞ്ഞുമാറാനാകില്ല. സ്പോൺസറെ തെരഞ്ഞെടുത്തത് ചട്ടവിരുദ്ധമായെന്നും വി ഡി സതീശൻ. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ലോക്സഭയിലെത്തി പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും. വന്ദേമാതരം ചൊല്ലി ലോക്സഭയും രാജ്യസഭയും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സ്പീക്കറുടെ സൽക്കാരം ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. സവർക്കർ ചോദ്യ വിവാദത്തിൽ അധ്യാപകന്റെ സസ്പെൻഷന് സ്റ്റേ ഇല്ല. നടപടിയുടെ സാഹചര്യം സർക്കാർ വിശദീകരിക്കണമെന്ന് ഹൈക്കോടതി. അന്വേഷണം നടത്തി അച്ചടക്ക നടപടി എടുക്കാം. സർക്കാരിന്റെ അധികാരത്തിൽ ഇടപെടുന്നില്ല എന്നും കോടതി. ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കത്തിൽ സർക്കാരിന്റെ സമവായ ശ്രമം ഹൈക്കോടതി അംഗീകരിച്ചു. ഓർത്തഡോക്സ് പള്ളികൾക്കുള്ള പോലീസ് സംരക്ഷണം തുടരാനാകില്ലെന്ന് കോടതി. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നു. ഇന്നും നാളെയും വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂരിലും കാസർഗോഡും ശക്തമായ മഴയ്ക്ക് സാധ്യത. മെസ്സി വിവാദത്തിൽ അന്വേഷണം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മുഖ്യമന്ത്രി. റിപ്പോർട്ടിൽ ഗുരുതര കണ്ടെത്തലുകളാണ്. മുൻ സർക്കാരിന് ഒഴിഞ്ഞുമാറാനാകില്ല. സ്പോൺസറെ തെരഞ്ഞെടുത്തത് ചട്ടവിരുദ്ധമായാണെന്ന് വി ഡി സതീശൻ വ്യക്തമാക്കി. വിശദമായ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇതോടൊപ്പം തന്നെ റിപ്പോർട്ട് സെക്രട്ടറിയുടെ റിപ്പോർട്ട് വിശദമായി പരിശോധിക്കുകയാണ് എന്നുകൂടി മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അൻഫിൽ ഡിസൂസ ചേരുന്നുണ്ട്. അൻഫിൽ, സർക്കാർ വളരെ ഗൗരവമായി ഈ വിഷയത്തെ കാണുന്നു എന്നുള്ളതാണ്. ഉചിതമായ അന്വേഷണം നടക്കും എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതോടൊപ്പം GST തട്ടിപ്പടക്കം ഗുരുതരമായ ആരോപണങ്ങളാണ് സ്പോൺസർക്കെതിരെയൊക്കെ ഉയർന്നിരിക്കുന്നത്. അന്വേഷണം എങ്ങനെയായിരിക്കും ഉണ്ടാവുക? മറ്റു വിവരങ്ങൾ? വളരെ ഗൗരവപൂർവ്വം തന്നെയാണ് സർക്കാർ ഈ വിഷയത്തെ കായിക സെക്രട്ടറിയുടെ റിപ്പോർട്ടിനെ കാണുന്നത്. കാരണം മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയും ആ തെറ്റിദ്ധരിപ്പിച്ച് അതിൻ്റെ മറവിൽ മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞതിൻ്റെ മറവിൽ കോടികളുടെ അഴിമതി ക്രമക്കേട് നടന്നുവെന്ന് തന്നെയാണ് പ്രാഥമികമായ റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ വിശദമായൊരു റിപ്പോർട്ട്, വിശദമായ അന്വേഷണം വേണമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഈ റിപ്പോർട്ടിനെ വളരെ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നത്. കാരണം അതിപ്പോൾ പ്രാഥമികമായ ഒരു പരിശോധന മാത്രമാണ് നടത്തിയിരിക്കുന്നത്. കോടികളുടെ തിരിമറിയും കോടികളുടെ ക്രമക്കേട് നടന്നു. ഇത് മറ്റൊരു രാജ്യത്തേക്ക്, അതായത് അർജന്റീനിയൻ ഫുട്ബോൾ ഫെഡറേഷൻ ഇവിടെ ഉണ്ടാകുമെന്ന് കരുതി തെറ്റിദ്ധരിക്കുന്നു. അത് അമേരിക്കൻ ഏജൻസി വഴി ഈ പണം അവിടെ നടത്തുന്നു. ഫിഫയുടെ അനുമതിയില്ല, ഒപ്പം തന്നെ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ അനുമതിയില്ല, അർജന്റീനൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പോലും അന്തിമമായ അനുമതിയൊന്നും ഇല്ലാതെയാണ് തീയതിയൊക്കെ പ്രഖ്യാപിച്ചത്. സർക്കാർ സംവിധാനങ്ങൾ വഴിവിട്ട രീതിയിൽ സ്വകാര്യ ഏജൻസിക്ക്, സ്വകാര്യ സ്പോൺസർക്ക് വേണ്ടി എല്ലാ രീതിയിലും വഴിവിട്ട രീതിയിൽ ക്രമക്കേടുകൾക്ക് കൂട്ടുനിന്നു. അന്നത്തെ കായിക മന്ത്രിയായ അബ്ദുൾ റഹ്മാൻ എത്ര തന്നെ അദ്ദേഹം ഇതിൽ നിന്നും മാറി 5 പൈസ പോലും നഷ്ടം ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോഴും GST ഉൾപ്പെടെ കോടികളുടെ നഷ്ടമുണ്ടായി എന്നാണ്. GSTയിൽ വലിയ രീതിയിലുള്ള ക്രമക്കേട് നടന്നുവെന്നാണ് പ്രാഥമിക പരിശോധനയിൽ തെളിഞ്ഞിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുകയാണ്. മറ്റു രീതിയിലുള്ള ക്രമക്കേടുകളെ കുറിച്ചുള്ള സ്ഥിരീകരണം ഇപ്പോൾ ഈ അന്വേഷണത്തിൽ പറയില്ല. പക്ഷേ ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഈ ആദ്യത്തെ റിപ്പോർട്ടിൽ തന്നെ ഉണ്ട് എന്ന് മുഖ്യമന്ത്രി സ്ഥിരീകരിക്കുന്നുണ്ട്. അതോടൊപ്പം ഏറ്റവും അതായത് പ്രാഥമിക പരിശോധനയിൽ തന്നെ ഈ GSTയുടെ കോടികൾ സർക്കാരിന് ഖജനാവിന് നഷ്ടമുണ്ടായിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി സ്ഥിരീകരിക്കുന്നു. മാത്രമല്ല കഴിഞ്ഞ സർക്കാർ 2 തവണ നോട്ടീസ് നൽകിയിരുന്നു GST ക്രമക്കേടുമായി ബന്ധപ്പെട്ട്. നോട്ടീസ് നൽകിയതിന് ശേഷം അതും ആ നടപടി മരവിപ്പിക്കുകയുണ്ടായത്. അപ്പോൾ അത് ഏത് സാഹചര്യത്തിൽ അങ്ങനെ ഒരു നടപടി ഉണ്ടായി? അപ്പോൾ ഈ നഷ്ടം, സർക്കാരിനുണ്ടായ നഷ്ടം, ഖജനാവുണ്ടായ നഷ്ടമൊക്കെ തന്നെ തിരിച്ചു പിടിക്കാനുള്ള നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകുന്നു. അതോടൊപ്പം തന്നെയും അങ്ങനെ ഒരു നടപടിക്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള രീതിയിലുള്ള തുടർ നടപടികളും ഈ അന്വേഷണത്തിൽ ഉണ്ടാകും. അത് GSTയുമായി ബന്ധപ്പെട്ട നഷ്ടം ഒരു ഭാഗത്ത്, അതോടൊപ്പം ഈ ക്രമക്കേട് നടന്നു അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക തിരിമറി നടന്നു എന്ന് പറയുമ്പോൾ ഈ സർക്കാരിൻ്റെ മാത്രം, സംസ്ഥാന സർക്കാരിൻ്റെ അന്വേഷണ പരിധിയിൽ ഇത് വരുന്നുണ്ട് എന്നതൊരു ചോദ്യം തന്നെയാണ്. കാരണം കായിക സെക്രട്ടറി നൽകിയ റിപ്പോർട്ടിൽ പോലും ദേശീയ ഏജൻസികൾക്ക് നൽകണമെന്ന് പറയുന്നു. കാരണം ഫെമാ നിയമത്തിൻ്റെ ചട്ടം ഉൾപ്പെടെയുള്ള വലിയ രീതിയിലുള്ളതാണ്. SFI ഉൾപ്പെടെയുള്ള ഏജൻസി അന്വേഷിക്കേണ്ടി വരും, ED അന്വേഷിക്കേണ്ടി വരും. ഇത് മറ്റൊരു രാജ്യത്തേക്ക് പോയിരിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ദേശീയ ഏജൻസികൾക്ക് അന്വേഷണം വിടാമോ വേണ്ടയോ എന്നത് സംസ്ഥാന സർക്കാർ ആദ്യം വിശദമായി അന്വേഷിക്കും. ആ അന്വേഷിച്ചതിന് ശേഷം ഈ കേസിൻ്റെ ഗൗരവ സ്വഭാവം കണക്കിലെടുത്തായിരിക്കും മറ്റ് ഏജൻസികൾക്ക് വിടുക. എന്തായാലും ഉറപ്പായും ഇതൊരു സംസ്ഥാന സർക്കാരിൻ്റെ അന്വേഷണ പരിധിയിൽ ഉണ്ടാകില്ല എന്ന് മുഖ്യമന്ത്രി അത് വ്യക്തമായി പറഞ്ഞില്ല എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോഡി ലാംഗ്വേജിൽ നിന്നൊക്കെ നമുക്ക് അത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഉറപ്പായും ഏറ്റവും അടുത്ത ദിവസം
മാസങ്ങളിൽ തന്നെ ഇതിലൊരു സമഗ്രമായ അന്വേഷണമോ അല്ലെങ്കിൽ ഉന്നതതല അന്വേഷണമോ സർക്കാർ പ്രഖ്യാപിക്കും. ആ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ചതിന് ശേഷമാകും ഏത് രീതിയിലുള്ള അന്വേഷണം. ഒരു അന്വേഷണമാണോ അതോ ഒന്നോ രണ്ടോ ത്രിതല അന്വേഷണമൊക്കെ തന്നെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. വലിയ രീതിയിലാണ്. കായിക മന്ത്രി പ്രതിക്കൂട്ടിലാണ്. അപ്പോൾ സർക്കാർ എന്തുകൊണ്ട് ആര് സംരക്ഷിക്കാനാണ് സർക്കാർ സംവിധാനങ്ങൾ കൂട്ടുപിടിച്ചത്? അത് സാമ്പത്തിക തിരിമറി, ഈ സ്റ്റേഡിയം കലൂർ സ്റ്റേഡിയം വിട്ടു നൽകിയില്ല തിരിമറി, അങ്ങനെ പല രീതിയിൽ തലങ്ങളിലാണ് ഈ അന്വേഷണം കിടക്കുന്നത്. അപ്പോൾ ഏത് രീതിയിലുള്ള അന്വേഷണമാണ് സർക്കാർ പ്രഖ്യാപിക്കുക. പക്ഷേ അത് ഒട്ടും വൈകില്ല. അടിയന്തരമായ ഒരു അന്വേഷണം തന്നെ പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, അൻഫ്രീഡ് ഡിസൂസയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതു തരത്തിലുള്ള അന്വേഷണമാണ് എന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. ഏതായാലും വളരെ ഗൗരവമായി വിഷയത്തെ സർക്കാർ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വന്ദേമാതരം ആലപിക്കുന്ന കാര്യത്തിൽ സർക്കാരിന് വ്യക്തമായ നിലപാടുണ്ടെന്നും ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ സർക്കാരിന്റെ നയം അറിയാനാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചീഫ് സെക്രട്ടറിയുടെ കത്ത് സർക്കാരിന്റെ നയമല്ല. ഡൽഹിയിൽ നിന്നും ചീഫ് സെക്രട്ടറിക്ക് ലഭിച്ച കത്ത് തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിക്ക് അയച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്തത്. അത് ചീഫ് സെക്രട്ടറിയുടെ ഔദ്യോഗിക ചുമതല മാത്രമാണെന്നും അതിനെ സംസ്ഥാന സർക്കാരിന്റെ നയമായി കാണാൻ കഴിയില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നു. ഇന്നും നാളെയും വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. കണ്ണൂരിലും കാസർഗോഡും ശക്തമായ മഴ മുന്നറിയിപ്പാണ്. എല്ലാ ജില്ലകളിലും നേരിയതും ഇടത്തരവുമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. വെള്ളിയാഴ്ച പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് ശക്തമായ മഴ പറയുന്നത്. ജാഗ്രതയുടെ ഭാഗമായി ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരളത്തിലെ തീരദേശങ്ങളിൽ ശക്തമായ തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. ഒരാഴ്ച നീണ്ട കനത്ത മഴയ്ക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ ദുർബലമായിരുന്നു. കോട്ടയത്ത് 4 വയസ്സുകാരന് ഷിഗല്ല രോഗബാധ. അതിരമ്പുഴ സ്വദേശിയായ കുട്ടിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് കുട്ടിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. നിലവിൽ കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ചികിത്സയോട് കുട്ടി സഹകരിക്കുന്നുണ്ടെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. കുട്ടിയുമായി അടുത്ത സമ്പർക്കം പുലർത്തിയവരുടെ ആരോഗ്യനിലയും നിരീക്ഷിക്കുകയാണ്. രോഗബാധയുടെ ഉറവിടം കണ്ടെത്തുന്നതിനായി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് 3-4 തവണ ഇങ്ങോട്ടും ഞാൻ അങ്ങോട്ടും വിളിച്ചു എന്നുള്ളത്. അപ്പോൾ തുടർച്ചയായി MDMA കേസിലെ പ്രതിയായ യൂത്ത് കോൺഗ്രസ് നേതാവുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളത് സ്ഥാപിക്കുന്നതാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ തന്നെ പത്രസമ്മേളനം. അപ്പോൾ ഗൗരവമുള്ള വിഷയമായി ഇത് നമ്മൾ കാണേണ്ടതുണ്ട്. ഇങ്ങനെ MDMA സംഘവുമായി ആർക്കൊക്കെയാണ് ബന്ധം? മുഖ്യമന്ത്രിയുടെ പ്രിയപ്പെട്ടവരായി നടക്കുന്ന ആരെങ്കിലും ഈ സംഘവുമായി ബന്ധമുണ്ടോ എന്നുള്ളതൊക്കെ തൂഫാനുമായി മുന്നോട്ട് പോകുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുകയാണ്. കാസർഗോഡ് MDMA കേസിൽ പിടിക്കപ്പെട്ട വ്യക്തിക്ക് ജാമ്യം നിന്നത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരാണെന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പം തൂഫാൻ അന്വേഷണം കോൺഗ്രസ്സുകാർക്ക് പ്രത്യേക പ്രിവിലേജ് ഉണ്ടോ? കോൺഗ്രസും യൂത്ത് കോൺഗ്രസും കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ബന്ധമുള്ളവരുമായിട്ടുള്ള പ്രതികൾക്ക് പ്രത്യേക പ്രിവിലേജ് തൂഫാനിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറയണം. കോൺഗ്രസിലെ നേതാക്കന്മാർ ഈ MDMA സംഘവുമായി ബന്ധമുള്ളവർ ഉണ്ടെങ്കിൽ അവരിലേക്ക് അന്വേഷണം പോകുമോ ഇല്ലയോ? ഇതാണ് അറിയേണ്ടത്. ഞങ്ങൾ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട തൂഫാനല്ല ഏത് പദ്ധതിക്കും അനുകൂലമാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ നിലയിലുള്ള സഹകരണവും ഞങ്ങളുടെ ഭാഗത്തുണ്ടാകും. കഴിഞ്ഞ 10 കൊല്ലം ഡി ഹണ്ട് എന്ന പേരിൽ മയക്കുമരുന്നിൻ്റെ വലിയ നിലയിലേക്കുള്ള പ്രവർത്തനം കേരള സർക്കാർ നടത്തിയിരുന്നു. ഒരുപാട് കേസുകൾ അതിൻ്റെ ഭാഗമായി എടുത്തിരുന്നു. നിയമസഭയിൽ കഴിഞ്ഞ 10 കൊല്ലം ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും സർക്കാർ ചെയ്തില്ല എന്ന അനാവശ്യ പ്രചരണം തൂഫാന്റെ പ്രവർത്തനത്തിന്റെ ഐക്യത്തെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ അതുണ്ടാകില്ല, നമ്മളെല്ലാവരും ചേർന്ന് നിൽക്കണമെന്നാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞത്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ചേർന്ന് നിന്നുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും തൂഫാന്റെ പ്രവർത്തനമായിട്ട് സഹകരിക്കുന്നത്. എന്നാൽ തൂഫാനിൽ MDMA കേസുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കന്മാരും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ബന്ധമുള്ളവരും ഉണ്ടെങ്കിൽ അവർക്ക് പ്രത്യേക പ്രിവിലേജ് ഉണ്ടെങ്കിൽ തൂഫാനായി പോകും എന്ന കാര്യത്തിൽ ഒരു സംശയം ഇല്ല. അതുകൊണ്ട് അടിയന്തരമായി ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇക്കാര്യത്തിൽ നയം വ്യക്തമാക്കണം. ഈ കാസർകോട്ട് കോൺഗ്രസ് നേതാക്കന്മാർ മുൻമന്ത്രി PM മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. MDMA പ്രതിയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങളുള്ള മറുപടിയാണ് മുഹമ്മദ് റിയാസ് നൽകിയത്. സവർക്കറുടെ ക്വിസ് ചോദ്യവുമായി ബന്ധപ്പെട്ട്
അധ്യാപകന്റെ സസ്പെൻഷന് ഹൈക്കോടതി സ്റ്റേ നൽകിയില്ല. നടപടിയുടെ സാഹചര്യം സർക്കാർ വിശദീകരിക്കണം എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. അന്വേഷണം നടത്തി അച്ചടക്ക നടപടി എടുക്കാമെന്നും സർക്കാരിന്റെ അധികാരത്തിൽ ഇടപെടുന്നില്ല എന്നുമാണ് കോടതി പറഞ്ഞത്. അതോടൊപ്പം തന്നെ പള്ളിത്തർക്കത്തിൽ സർക്കാരിന്റെ സമവായ ശ്രമങ്ങളെ ഹൈക്കോടതി അംഗീകരിച്ചു. ഓർത്തഡോക്സ് പള്ളികൾക്കുള്ള പോലീസ് സംരക്ഷണം തുടരാനാകില്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കി. കണ്ണൂർ സൈബർ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള അർജുൻ ആയങ്കിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കസ്റ്റഡി കാലാവധി വെള്ളിയാഴ്ച വരെ ഉണ്ടെങ്കിലും തെളിവെടുപ്പ് പൂർത്തിയായതിനാലാണ് ഇന്ന് തന്നെ ഹാജരാക്കുന്നത്. അതേസമയം ചോദ്യം ചെയ്യൽ ഉച്ചവരെ തുടരാനാണ് തീരുമാനം. ആഭ്യന്തരമന്ത്രിക്കെതിരെ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ട കേസിലാണ് ആയങ്കിയെ കസ്റ്റഡിയിൽ വാങ്ങിയത്. കുറ്റകൃത്യത്തിനായി ഉപയോഗിച്ചെന്ന് സംശയിക്കുന്ന മൊബൈൽ ഫോൺ പോലീസ് കഴിഞ്ഞ ദിവസം കണ്ടെടുത്തിരുന്നു. ഇതിനിടെ ആയങ്കിയെ ഒളിവിൽ കഴിയാൻ സഹായിച്ചവർക്കായുള്ള അന്വേഷണം പോലീസ് ശക്തമാക്കിയിട്ടുണ്ട്. ആയങ്കിക്കെതിരെ കാപ്പ ചുമത്താൻ കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് വളപട്ടണം ഇൻസ്പെക്ടർ ഇന്നലെ കൈമാറിയിരുന്നു. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട കേസിൽ ഒന്നാം പ്രതി റോജി അഗസ്റ്റിൻ ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായി. കേസിൽ തുടർച്ചയായി ഹാജരാകാതിരുന്നതിനെ തുടർന്ന് പ്രതികൾക്കെതിരെ കോടതി ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. പിന്നാലെ കേസിലെ രണ്ടാം പ്രതി ആന്റോ അഗസ്റ്റിനും മൂന്നാം പ്രതി ജോസഫ് കുട്ടി അഗസ്റ്റിനും കഴിഞ്ഞ ദിവസം കോടതിയിലെത്തിയിരുന്നു. തുടർന്ന് കോടതി ഇവരുടെ വാറണ്ട് പിൻവലിച്ചു. അതേസമയം കേസിൽ പ്രോസിക്യൂഷൻ ഹൈക്കോടതി തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് റോജി അഗസ്റ്റിൻ പ്രതികരിച്ചു. ആകാശത്ത് വെച്ച് അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ ഫുക്കറ്റ് ഡൽഹി വിമാനത്തിന് നിരവധി സാങ്കേതിക പ്രശ്നങ്ങൾക്കുള്ള മുന്നറിയിപ്പ് ലഭിച്ചിരുന്നതായി മെയിൻ്റനൻസ് റിപ്പോർട്ട്. 3 ഹൈഡ്രോളിക് സംവിധാനങ്ങളിലും കുറഞ്ഞ മർദ്ദ മുന്നറിയിപ്പ് രേഖപ്പെടുത്തി. ഓട്ടോ പൈലറ്റ് വിച്ഛേദിക്കപ്പെട്ടു. വിമാനത്തിന്റെ ക്യാപ്റ്റൻ ഉറക്കമില്ലായ്മയ്ക്ക് മരുന്ന് കഴിച്ചതായാണ് മൊഴി. ക്യാപ്റ്റന്റെ ലഹരി പരിശോധനാ ഫലം പോസിറ്റീവായതോടെ വ്യോമയാന മന്ത്രാലയം കടുത്ത നടപടികൾ ആരംഭിച്ചിരുന്നു. ചട്ടങ്ങൾ പാലിക്കണമെന്നും പൈലറ്റിന് ലഹരി പരിശോധന കർശനമാക്കണമെന്നും വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വാൽപ്പാറയിൽ പുലി ഇറങ്ങി. ജനവാസ മേഖലയിലെത്തിയ പുലിയുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. വാൽപ്പാറ അണ്ണാനഗറിൽ പുലി എത്തിയതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. അണ്ണാനഗറിൽ വളർത്തുനായെ പുലി പിടികൂടി. അതേസമയം ഇപ്പോൾ വാൽപ്പാറയിൽ പുലി ഇറങ്ങുന്നത് പതിവായിരിക്കുകയാണ്. കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച മത്സ്യബന്ധന തുറമുഖം മത്സ്യത്തൊഴിലാളികൾക്ക് അന്യമാകുന്നു. ആലപ്പുഴ തോട്ടപ്പള്ളി ഹാർബറിനാണ് ദുരവസ്ഥ. ജില്ലയിലെ ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾക്ക് ഗുണകരമായി മാറേണ്ട ഈ തുറമുഖം ഇന്ന് അവഗണനയുടെ നടുവിലാണ്. അശാസ്ത്രീയമായ നിർമ്മാണം മൂലമാണ് തോട്ടപ്പള്ളി തുറമുഖം മത്സ്യത്തൊഴിലാളികൾക്ക് പ്രയോജനപ്പെടാതെ പോയത്. ഇപ്പോൾ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് 500-ലധികം വള്ളങ്ങളാണ് തുറമുഖത്ത് നങ്കൂരമിട്ടിരിക്കുന്നത്. പരമാവധി 50-ൽ താഴെ വള്ളങ്ങളെ ഉൾക്കൊള്ളാനുള്ള സ്ഥലപരിമിതി മാത്രമേ തോട്ടപ്പള്ളി തുറമുഖത്തിനുള്ളൂ. വലിയ മത്സ്യബന്ധന യാനങ്ങൾ കിടക്കുന്നത് കൂടുതൽ അപകടത്തിനും വഴിവെക്കും. 50 മുതൽ 70 ലക്ഷം രൂപ വരെ വില വരുന്ന വള്ളങ്ങളാണ് ഇവ. പ്രതികൂല കാലാവസ്ഥയിൽ ശക്തമായ കാറ്റടിച്ചാലോ കടൽക്ഷോഭമുണ്ടായാലോ ഇവയെല്ലാം തകരുമെന്ന ആശങ്കയാണ് മത്സ്യത്തൊഴിലാളികൾ ഉയർത്തുന്നത്. തോട്ടപ്പള്ളി ഹാർബറിനെ നവീകരിക്കുന്നതിനോടൊപ്പം ഇത്രയും വലിയ മത്സ്യബന്ധന യാനങ്ങൾ ജില്ലയിലുള്ള സ്ഥിതിക്ക് തൊട്ടടുത്ത സ്ഥലങ്ങളിൽ തന്നെ പുതിയ പുതിയ ഹാർബറുകൾ നിർമ്മിക്കണം. കോടികളുടെ നഷ്ടം സംഭവിക്കുന്നത് കൂടാതെ ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗവും ഇതോടെ നിലയ്ക്കും. വടക്ക് അർത്തുങ്കൽ മുതൽ തെക്ക് തൃക്കുന്നപ്പുഴ വരെയുള്ള വള്ളങ്ങൾ ഈ ചെറിയ ഹാർബറിനെയാണ് ആശ്രയിക്കുന്നത്. തോട്ടപ്പള്ളി ഹാർബർ നവീകരിക്കുന്നതിനോടൊപ്പം പുന്നപ്ര ഫിഷ് ലാൻഡിംഗ് സെന്റർ തുറമുഖമായി ഉയർത്തണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെയും വള്ളമുടമകളുടെയും ആവശ്യം. ഒരു ഹാർബറിന് വേണ്ട എല്ലാ ഭൗതിക സാഹചര്യങ്ങളും നിലവിൽ പുന്നപ്ര ഫിഷ് ലാൻഡിംഗ് സെന്ററിലുണ്ട് എന്നിരിക്കെ പുന്നപ്രയിൽ ഒരു ഹാർബർ കൂടി നിർമ്മിച്ചാൽ മാത്രമേ ഒരു പരിധിവരെ തോട്ടപ്പള്ളി ഹാർബറിൻ്റെ ഇപ്പോഴത്തെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരമാകൂ എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. അമൃത ന്യൂസ്, ആലപ്പുഴ. കൃഷിക്ക് പേരുകേട്ട ആലപ്പുഴ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ ശുഭകേശന്റെ കൃഷിത്തോട്ടം ഓണത്തിന് വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇത്തവണ മഴ വില്ലനായെങ്കിലും വിഷരഹിതമായി നിരവധി പച്ചക്കറികളും പൂക്കളുമാണ് കഞ്ഞിക്കുഴിയിലെ ഈ കൃഷിയിടത്തിൽ വിളവെടുപ്പിന് തയ്യാറായിരിക്കുന്നത്. ഓണമെത്തിയാൽ കഞ്ഞിക്കുഴി പഞ്ചായത്തിനെ മലയാളികൾക്ക് അങ്ങനെ ഒഴിച്ചു നിർത്താൻ കഴിയില്ല. കർഷകരാൽ സമ്പന്നമായ പഞ്ചായത്തിൽ സമൃദ്ധമായി വിളയുന്ന ജൈവ പച്ചക്കറികൾ തന്നെയാണ് ഇതിന് കാരണം. ഇക്കുറിയും ഓണക്കാലത്തെ വരവേൽക്കാൻ കഞ്ഞിക്കുഴി ഒരുങ്ങിക്കഴിഞ്ഞു. കഞ്ഞിക്കുഴി പയറിലൂടെ പ്രശസ്തനായ ശുഭകേശന്റെ കൃഷിയിടമാണ് ഈ ഓണക്കാലത്തും താരം. കനത്ത കാലവർഷത്തെ അതിജീവിച്ചുകൊണ്ടാണ് കഞ്ഞിക്കുഴിക്കാർ ഇത്തവണത്തെ ഓണത്തെ വരവേൽക്കുന്നത്. കഞ്ഞിക്കുഴിയുടെ അഭിമാന കർഷകനാണ് ശുഭകേശൻ. ശുഭകേശൻ്റെ കൃഷിയിടത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഓണത്തിന് പൂക്കളും പച്ചക്കറികളുമെല്ലാം അതിവിശാലമായി ശുഭകേശൻ കൃഷി ചെയ്തിട്ടുണ്ട്. ഇത്തവണ വലിയ തോതിലുള്ള മഴ കൃഷിയെ നന്നായി ബാധിച്ചിട്ടുണ്ട്. കർഷകരെല്ലാം വലിയ നിരാശയിലാണ്. പക്ഷേ എങ്കിലും ശുഭകേശൻ്റെ കൃഷിത്തോട്ടത്തിൽ
ശുഭകേശൻ്റെ ഒരു വല്ലാത്തൊരു മാനസികമായ ഒരു ഇടപെടലിൻ്റെ വിജയമാണിത്. ഈ കാണുന്നതെല്ലാം അവൻ്റെ ഒറ്റ ഒരു വിജയത്തിൻ്റെ ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓണക്കാലത്തെ മുന്നിൽ കണ്ട് കഞ്ഞിക്കുഴി സിൽക്ക് ഫാബ്രിക്കേഷൻ യൂണിറ്റിന് സമീപത്തെ 15 ഏക്കർ കൃഷിഭൂമിയിൽ ശുഭകേശൻ വിളയിച്ചെടുത്തത് വിവിധയിനം പച്ചക്കറികളാണ്. വെണ്ടയും പടവലവും പീച്ചിങ്ങയും തുടങ്ങി ഓണക്കാലത്തെ സമൃദ്ധമാക്കാൻ വേണ്ടതെല്ലാം ഈ തോട്ടത്തിലുണ്ട്. എല്ലാം ജൈവ പച്ചക്കറികൾ. പച്ചക്കറിയോടൊപ്പം വിവിധയിനം പൂക്കളും ഇടവിളയായുണ്ട്. ശക്തമായ മഴ കൃഷിക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചെങ്കിലും അതിനെയും അതിജീവിച്ചാണ് ശുഭകേശൻ തൻ്റെ കൃഷിയിടത്തെ സമ്പന്നമാക്കുന്നത്. പ്രതിസന്ധികൾ പലതുണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം അതിജീവിച്ച് അതിജീവനത്തിൻ്റെ ഒരു കാർഷിക സംസ്കാരത്തിലൂടെ ഈ ഓണവും കളറാക്കുകയാണ് കഞ്ഞിക്കുഴിയിലെ ഈ ശുഭകേശൻ ചേട്ടൻ. ആറാദർശനൊപ്പം അജയ് നാഥ്, അമൃത ന്യൂസ്, ആലപ്പുഴ. നടപടികൾ പൂർത്തിയാക്കി പാർലമെന്റ് സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. വന്ദേമാതരം ചൊല്ലിയാണ് ഇരുസഭകളും പിരിഞ്ഞത്. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ഇന്ന് സഭയിലെത്തിയിരുന്നു. രാജ്യസഭയിൽ ഖനന നിയമ ഭേദഗതി ബിൽ ചർച്ച ചെയ്ത് പാസാക്കി. ജിഷ്ണു കൃഷ്ണൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ജിഷ്ണു, ഈ വർഷകാല സമ്മേളനം തുടങ്ങിയത് മുതൽ എന്നും പ്രതിഷേധമായിരുന്നു. അവസാന ദിവസവും ആ പ്രതിഷേധത്തിന് അയവില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ പ്രതിപക്ഷം ആവശ്യപ്പെട്ടതുപോലെ സഭയിൽ ആഭ്യന്തരമന്ത്രിയൊക്കെ എത്തിയ ദിവസം കൂടിയായിരുന്നു ഇന്ന്. അതിൽ കഴിഞ്ഞ മാസം 20-നായിരുന്നു പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിച്ചത്. ഈ വർഷകാല സമ്മേളനം ഉടനീളം പ്രതിപക്ഷ ബഹളത്താൽ പ്രക്ഷുബ്ധമായിരുന്നു. പ്രത്യേകിച്ച് ആദ്യം തന്നെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ നടത്തിയിട്ടുള്ള സമരം, തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി, ഏറ്റവും ഒടുവിൽ സമരത്തിന് നേരെയുണ്ടായിട്ടുള്ള പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണം തുടങ്ങി ആദ്യം തന്നെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ നടത്തിയിട്ടുള്ള സമരം, തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി, ഏറ്റവും ഒടുവിൽ സമരത്തിന് നേരെയുണ്ടായിട്ടുള്ള പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണം തുടങ്ങി ഉന്നയിച്ചുകൊണ്ട് തുടർച്ചയായി പ്രത്യേകിച്ച് ലോക്സഭ പ്രതിപക്ഷം തടസ്സപ്പെടുത്തി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആഭ്യന്തരമന്ത്രി മറുപടി പറയാതെ സഭയിൽ സഹകരിക്കില്ല എന്ന നിലപാടെടുത്തുകൊണ്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. പാർലമെന്റിന് പുറത്തും അകത്തും ഒരുപോലെ പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചു. തുടർന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഏത് ചോദ്യത്തിനും ഉത്തരം നൽകാൻ തയ്യാറാണെന്നും സഭയിൽ സഹകരിക്കണം എന്ന് ആഭ്യന്തരമന്ത്രി തന്നെ നേരിട്ട് പറഞ്ഞിട്ട് പോലും, എന്നാൽ അത്തരത്തിലൊരു നിർദ്ദേശം വെച്ചപ്പോൾ കർശന ശിക്ഷ ഉറപ്പാക്കുന്ന 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും ഈടാക്കുന്ന തരത്തിൽ ആ നിയമങ്ങളിൽ കർശന വരുത്തിക്കൊണ്ട് പരീക്ഷാ നിയമ ഭേദഗതി ബിൽ, പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ല് ഇരുസഭകളും പാസാക്കി. കൂടാതെ നമ്മുടെ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന ഔദ്യോഗികമാക്കി മാറ്റുന്നതിനുള്ള ബില്ല് ലോക്സഭയും രാജ്യസഭയും പാസാക്കിയിട്ടുണ്ട്. FCRA ബില്ല് നിലവിൽ പാർലമെന്റിന്റെ സംയുക്ത സമിതിക്ക് വിട്ടു. അത്തരത്തിൽ നിർണായകമായ നടപടികൾ കൂടി വർഷകാല സമ്മേളനത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് അവസാന ദിനത്തിൽ ലോക്സഭ ആരംഭിച്ച ഉടൻ തന്നെ വന്ദേമാതരമാണ് ഉണ്ടായിട്ടുള്ളത്. ആ വന്ദേമാതരത്തിൽ എല്ലാ അംഗങ്ങളും എഴുന്നേറ്റ് നിന്നു. തുടർന്ന് സഭാ നടപടികളിലേക്ക് കടക്കുമ്പോൾ തന്നെ പ്രതിപക്ഷം ബഹളം ആരംഭിച്ചു. തുടർന്ന് സ്പീക്കർ സഭാ സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉൾപ്പെടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ എത്തിയിരുന്നെങ്കിലും മറ്റൊരു ചർച്ചയ്ക്കുള്ള സാഹചര്യമോ അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലേക്ക് കടക്കാതെ വന്ദേമാതരം പാടി ലോക്സഭ പെട്ടെന്ന് പിരിയുകയാണ് ഉണ്ടായത്. രാജ്യസഭയിൽ ഇന്ന് ഖനന നിയമ ഭേദഗതി ബിൽ ചർച്ച ചെയ്ത് പാസാക്കി. പിന്നീട് വന്ദേമാതരം ചൊല്ലി രാജ്യസഭയും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. അഖില. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി രാജ്യസഭയും ലോക്സഭയും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ആവശ്യമായ ചർച്ചകളൊന്നും പക്ഷേ ഈ സഭാ കാലയളവിൽ നടന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. സിംബാബ്വേയിലെ കരിബ തടാകത്തിൽ ബോട്ട് മുങ്ങി 44 മരണം. അമിതമായ ആളുകളെ കയറ്റിയ ഫെറി ബോട്ട് മറിഞ്ഞാണ് അപകടമുണ്ടായത്. സിംബാബ്വേയുടെ റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഏജൻസി പ്രവർത്തിപ്പിച്ചിരുന്ന ഫെറിയിൽ 114 മുതിർന്നവരും 5 ജീവനക്കാരെയും കൂടാതെ കുട്ടികളും ഉണ്ടായിരുന്നു. കുട്ടികളുടെ എണ്ണം എത്രയെന്നതിൽ വ്യക്തതയില്ല. 90 പേർക്ക് സഞ്ചരിക്കാവുന്ന ബോട്ടാണിത്. കാണാതായവർക്കുള്ള തെരച്ചിൽ തുടരുകയാണ്. വടക്കൻ നഗരമായ കരിബയിൽ നിന്നും സമീപത്തെ ദ്വീപുകളിലേക്കും മത്സ്യബന്ധന ഗ്രാമങ്ങളിലേക്കും പോവുകയായിരുന്ന ഫെറിയാണ് അപകടത്തിൽപ്പെട്ടത്. പ്രതികൂല കാലാവസ്ഥയും തിരിച്ചടിയായി. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഗീത വിരുന്നൊരുക്കി നാവികസേന. ദക്ഷിണ നാവിക കമാൻഡിലെ സൈനികരുടെ നേതൃത്വത്തിലായിരുന്നു പ്രദർശനം. നാവിക പരിശീലന കേന്ദ്രമായ INS ദ്രോണാചാര്യ, കൊച്ചി ലുലു മോൾ, കണ്ണൂർ എന്നിവിടങ്ങളിലായി നേവി ബാൻഡിന്റെ പ്രദർശനം നടക്കും. ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് നാവികസേനയുടെ ബാൻഡ് പ്രദർശനം.
ദക്ഷിണ നാവിക കമാൻഡിലെ INS ദ്രോണാചാര്യ, വെണ്ടുരുത്തി എന്നിവിടങ്ങളിലെ സൈനികർ സംഗീത വിരുന്ന് അവതരിപ്പിച്ചു. നാൽപ്പതോളം ഉദ്യോഗസ്ഥർ ചേർന്നാണ് സംഗീത വിരുന്ന് അവതരിപ്പിച്ചത്. The celebration is not only for the naval personnel but all the people around the local area from Fort Kochi in order to boost the morale of our countrymen and naval personnel and to showcase of all the hardship and sacrifices a soldier makes, and we are very happy to do so, and we are very proud and with great pride we serve the nation, and this show was just a representation of our emotion for our country. രാജ്യസ്നേഹമുണർത്തുന്ന ഗീതങ്ങൾക്ക് പുറമെ സിനിമാ ഗാനങ്ങളും കോർത്തിണക്കിയായിരുന്നു ബാൻഡ് പ്രദർശനം. INS ദ്രോണാചാര്യ കൊച്ചി, ലുലുമാൾ, കണ്ണൂർ എന്നിവിടങ്ങളിലായി ബാൻഡ് പ്രദർശനം നടത്തുന്നുണ്ട്. സേനയുടെ പരിശീലനത്തിന്റെ ഭാഗമായ ബാൻഡ് പൊതുജനങ്ങൾക്കും ആസ്വദിക്കാൻ അവസരമൊരുക്കുകയാണ് ഇതിലൂടെ. അമൃത ന്യൂസ്, കൊച്ചി. രാമ രാമ ജയ സീതാരാമ. പുണ്യം ചൊരിയുന്ന രാമായണ മാസത്തിൽ ഏറെ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് കണ്ണൂർ ഇരട്ടിപ്പായം മഹാവിഷ്ണു ശത്രുഘ്ന ക്ഷേത്രം. നാലമ്പല ദർശനത്തിൽ മലബാറിലേറെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണിത്. തലമുറകളോളം പൊട്ടിത്തകർന്ന വിഗ്രഹം മാത്രമായി കിടന്ന ഇവിടുത്തെ സാന്നിധ്യം ശത്രുഘ്ന സ്വാമിയാണെന്ന് മനസ്സിലായതും ക്ഷേത്രം പ്രസിദ്ധമായതും ഈ അടുത്ത കാലത്താണ്. വൃത്താകാരത്തിലുള്ള ശ്രീകോവിൽ പ്രത്യേകതയായുള്ള ക്ഷേത്രത്തിൽ സുദർശന ചക്രം അല്പമുയർത്തി യുദ്ധവിജയം നേടിയ രാജകീയ ഭാവത്തിലുള്ള പ്രതിഷ്ഠയാണ്. മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രത്തിന്റെ അംശാവതാരമാണ് ശത്രുഘ്നൻ എന്നതിനാൽ ചക്രസമർപ്പണം വിശേഷ വഴിപാടാണ് ഇവിടെ. ചക്രസമർപ്പണം മലബാറിൽ നടക്കുന്ന ഏക ക്ഷേത്രം കൂടിയാണ് ഇത്. ശ്രീരാമക്ഷേത്രവും വാരത്തെ ഭരതക്ഷേത്രവും പെരിഞ്ചേരിയിലെ ലക്ഷ്മണക്ഷേത്രവും പിന്നിട്ട് പായം ശത്രുഘ്നനെ കൂടി കണ്ടാണ് വിശ്വാസികൾ നാലമ്പല ദർശനം പൂർത്തിയാക്കുക. ശത്രുഘ്ന സ്വാമിക്കൊപ്പം ഗണപതിയും വനശാസ്താവും ഭഗവതിയുമാണ് ഉപദേവതകൾ. തലമുറകളോളം ആരും അറിയാതെ കിടന്ന ക്ഷേത്രം 2019 അറിയപ്പെട്ടു തുടങ്ങിയത്. പ്രധാന ചടങ്ങ് ഉദ്ദേശിക്കുന്നത് ചക്രസമർപ്പണം. ഭഗവാൻ ചക്രസമർപ്പണമാണ് പ്രധാന ചടങ്ങ്. അപ്പം അത് ഭക്തർ നേരിട്ട് സമർപ്പിക്കുന്നതാണ്. അവർ അതിൽ വഴിപാട് ചീട്ടാക്കി നേരിട്ട് സമർപ്പിക്കുന്നതാണ്. സ്വർണം, വെള്ളി, ചെമ്പ് ഈ 3 രീതിയിലാണ് ചെയ്യുക. അപ്പോൾ അത് ഭക്തർക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് അവർ വാങ്ങി സമർപ്പിക്കുക. വ്യാഴാഴ്ചകളിലെ താമരമാല സമർപ്പണം പ്രധാന വഴിപാടാണ്. പാൽപ്പായസവും ത്രിമധുരവുമാണ് വിശേഷ പ്രസാദങ്ങൾ. ഏത് സമയത്ത് എത്ര ആളുകൾ എത്തിയാലും വിളമ്പുന്ന കഞ്ഞിയും പുഴുക്കും പായം ശത്രുഘ്ന ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നു. അമൃത ന്യൂസ്, കണ്ണൂർ. ഈ റിപ്പോർട്ടോടെ ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണാം. നമസ്കാരം.